ഒരാൾ ലോൺ എടുക്കുകയാണ്, ഇപ്പോൾ 1 കോടി രൂപയുടെ ലോൺ എടുക്കുകയാണ്. ഇദ്ദേഹം മരിച്ചുപോയി എന്ന് വിചാരിക്കുക. ഈ ലോൺ എടുക്കുന്ന വ്യക്തി, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന വ്യക്തി മരിച്ചു പോവുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ മക്കൾ ഈ ലോണ് അടച്ചു തീർക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, ആ ലോൺ എടുത്ത വ്യക്തി പെട്ടെന്ന് മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാധ്യത അയാളുടെ മക്കൾക്ക് വരുമോ ഇല്ലയോ? അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, സെക്വേർഡ് ലോൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു ലോണുണ്ട്. രണ്ടാമത് അൺസെക്വേർഡ് ലോൺ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സെക്വേർഡ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് പൊതുജനങ്ങൾക്ക്, അതായത് ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ കൊടുക്കും. എങ്ങനെ? വീടിൻ്റെ, വാഹനത്തിൻ്റെ, ഏതെങ്കിലും പ്രോപ്പർട്ടി, അതിൻ്റെയൊക്കെ ഗ്യാരണ്ടിയിൽ ലോൺ കൊടുക്കുന്നതിനെയാണ് സെക്വേർഡ് ലോൺ എന്ന് പറയുന്നത്. സെക്വേർഡ് ലോൺ ആണ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ബാങ്കിന് ആൾ മരിച്ചുപോയാലും, ലോൺ എടുത്ത ആൾ മരിച്ചുപോയാലും അയാളുടെ പ്രോപ്പർട്ടിയെ കൺഫിസ്കേറ്റ് ചെയ്യും, കണ്ടുകിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാമതൊരു ടൈപ്പ് ലോണുണ്ട്, അൺസെക്വേർഡ് ലോൺ. അൺസെക്വേർഡ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ലോണൊക്കെ അൺസെക്വേർഡ് ലോൺ. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജോലിയോ അയാളുടെ ശമ്പളമോ മറ്റോ കണ്ടുകൊണ്ടാണ് ഈ ബാങ്ക് എന്ത് കൊടുക്കുന്നത്? ആ വ്യക്തിക്ക് അൺസെക്വേർഡ് ലോൺ കൊടുക്കുന്നത്. ചെക്ക് മാത്രം കൊടുത്താൽ മതി, ലോൺ കൊടുക്കും. മനസ്സിലാവുന്നുണ്ട്? എന്നിട്ട് എല്ലാ മാസവും ആട്ടോ ഡെബിറ്റ് എന്നൊരു സംവിധാനമുണ്ട്. എല്ലാ ബാങ്കുകളും ഇപ്പൊ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അൺസെക്വേർഡ് ലോൺ എടുത്ത ഒരു വ്യക്തി മരിച്ചു പോവുകയാണെങ്കിൽ ആ ബാങ്ക് മക്കളോട് ഈ ലോൺ അടച്ചു തീർക്കണമെന്ന് ക്ലെയിം ചെയ്യാനുള്ള, പറയാനുള്ള അവകാശം ആ ബാങ്കുകൾക്കില്ല. മാത്രമല്ല, മക്കൾ ആ ലോൺ അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അവരാരും ഇതിൽ ജാമ്യം നിന്നിട്ടില്ല, അവരാരും കൂടെ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കൾ എന്ത് വേണ്ട, ആ പൈസ അടച്ചു തീർക്കേണ്ടേയില്ല. ഒരു വ്യക്തിയുടെ അൺസെക്വേർഡ് ലോൺ എടുത്തിട്ടുള്ളൊരു വ്യക്തി ലോൺ അടച്ചില്ല എന്നുണ്ടെങ്കിൽ, അയാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാധ്യതയും അയാളുടെ മരണത്തോടു കൂടി ഇല്ലാതാവുകയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലോൺ 2 ടൈപ്പ് ഉണ്ട്, സെക്വേർഡ് ലോൺ, അൺസെക്വേർഡ് ലോൺ. സെക്വേർഡ് ലോൺ എന്താണെന്ന് മനസ്സിലായല്ലോ? പ്രോപ്പർട്ടി ഈട് വെച്ചുകൊണ്ട് എടുക്കുന്നതാണ്. അങ്ങനെ ലോൺ എടുക്കുന്ന വ്യക്തി മരിച്ചുപോയാൽ ആ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യും ബാങ്ക്. ക്ലിയർ? നമ്പർ 2, അൺസെക്വേർഡ് ലോൺ. ഒരു പ്രോപ്പർട്ടിയും ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാതെ, ഈട് നൽകാതെ, ഒരു വ്യക്തിയുടെ സ്വന്തം ജോലി, അയാളുടെ ജോലിയോ മറ്റോ നോക്കിക്കൊണ്ട് തിരിച്ചടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കുന്ന ലോണിനെയാണ് അൺസെക്വേർഡ് ലോൺ